ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നിങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പൊ അസ്മാ കിച്ചണിലേക്ക് പോവാം. ഇത് നമ്മളൊരു ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചെമ്മീൻ വറക്കാന്നാണ് വിചാരിച്ചത്. നമുക്ക് ചെമ്മീൻ വറക്കാനുള്ള എല്ലാ കായങ്ങളും അതിലേക്ക് വേണ്ട കായൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. നമ്മൾ അതിനാവശ്യമായ ചെമ്മീനാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ. വലിയ ചെമ്മീനാണ്. നമുക്കൊരു പൊരിച്ച് കിട്ടോ. അതിന്റെ കായങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തരട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 3 പച്ചമുളക്, ഇത്തിരി കരിവേപ്പില, പിന്നെ ലേശ ചപ്പ്, നമുക്കൊരു ചെറിയ സ്പൂണാട്ടോ. അതിനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഒരു സ്പൂണ് കുരുമുളകിന്റെ പൊടി ഇട്ടെടുക്കാം. കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പൊ അത് നമുക്കൊരു 1.5 സ്പൂൺ ഇടട്ടോ. അത്രയുള്ളൂ. നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇടാട്ടോ. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അടിച്ചെടുത്ത് വരാം. ഒരു 1/2 മുറി നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചെടുക്കട്ടോ. ടേസ്റ്റിയായ ഒരു കായ നമുക്ക് ഉണ്ടാക്കാം ചെമ്മീൻ വറക്കാൻ. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടോ. ഇത് അരച്ചിട്ട് വരെ നോക്കാം. ചോദിച്ചോ. അപ്പൊ നമുക്ക് കായൊക്കെ ഇവിടെ റെഡിയായി. നമുക്ക് അതിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടോ. അതൊക്കെ ഒന്ന് അതിൽ പുരട്ടിയെടുക്ക. നല്ല ടേസ്റ്റിയായ ഒരു മണം കേട്ടോ. എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കേട്ടോ. കുരുമുളക്, ചെറുനാരങ്ങ, പച്ചമുളക്, കരിവേപ്പില, ചപ്പ് എല്ലാം ചേർത്തിട്ടുള്ളൊരു കായാട്ടത്. നമുക്ക് ലേശം നേരത്തൊന്ന് അതിന് ഉപ്പ് എരിവൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. കാര്യം ഉണ്ടാവില്ല. ഒന്നുകൂടി നമുക്ക് അപ്പൊ നമ്മള് നല്ലോണം ഇതിലൊന്ന് ചെമ്മീനൊക്കെ നല്ലോണം കായം പരത്തിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് എരിവ് ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മള് സ്റ്റൗവൊക്കെ ഒന്ന് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കട്ടോ. അപ്പൊ നമ്മളെ ചട്ടി ഇവിടെ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ.
അതിലോട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. നമുക്കൊരു ഇത്തിരി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. അതില് ആ കായത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയാണ് നമുക്ക് അതിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം നമുക്കതിനെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കട്ടോ. ഒരു ലേശം ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കട്ടോ. നമുക്ക് കരിവേപ്പില 2 തണ്ട് കരിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം. നമ്മളെ ചെമ്മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈയൊന്നല്ല പൊരിച്ചതാണ്. അതിന്റെ കായ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊന്നാണ് നമ്മളെ ചെമ്മീൻ പൊരിച്ചത് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയ ഒരു പൊരിച്ചതാട്ടോ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാരും ഉണ്ടാക്കി ഒന്ന് കഴിച്ചിട്ട് കമന്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയ ഒരു പൊരിച്ചതാണ് കേട്ടത്. ചെമ്മീൻ പൊരിച്ചത് നല്ലൊരു മണൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.